ഇന്ന് നമുക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ നല്ലൊരു ഡിന്നർ റെഡിയാക്കി എടുക്കാം. നല്ല അത്യാവശ്യം നല്ല റിച്ച് ആയിട്ടുള്ള ഗസ്റ്റൊക്കെ വീട്ടിൽ വരികയാണെങ്കിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ്. ഇത് എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. വൈകുന്നേരം കുട്ടികൾക്ക് സ്കൂളൊക്കെ വിട്ട് വരുന്ന കുട്ടികൾക്ക് സ്നാക്സ് ആക്കിയൊക്കെ റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം. അപ്പോൾ നമുക്ക് റെഡിയാക്കിയാലോ. ഞാനിതാ ആദ്യം തന്നെ ചിക്കന്, നമുക്കിതിന് ബോൺലെസ് ചിക്കനാട്ടോ വേണ്ടത്. അപ്പം ഞാൻ അത്യാവശ്യം വലിയൊരു പീസ് തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് നല്ല തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നല്ല കട്ടിയിലാവരുത് കേട്ടോ, കുറച്ച് തിന്നായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഇതാക്കണ്ടോ, അത്യാവശ്യം നല്ല പോലെ തിന്നാണിത്. ഈ ഒരു സൈസിൽ വേണം റെഡിയാക്കി എടുക്കാൻ. നമുക്ക് ഇങ്ങനെ വലുപ്പമുള്ള ചിക്കനാണെങ്കിലല്ലേ കാണാൻ തന്നെ നല്ല ഭംഗിയായിക്കോട്ടെ. നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പോൾ കാണാൻ തന്നെ നല്ല മൊഞ്ചായിരിക്കും, കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ. ഇതാ അതേപോലെ തന്നെ ഞാനിത് അവിടെ 3 പീസാട്ടോ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഈ ഒരു ചിക്കന് അടിഭാഗത്ത് എല്ലുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്കൊരു 3 പീസ് ഇതിന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് മതിയാവും. ഇതന്നെ അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് തന്നെ ഉണ്ട് കേട്ടോ. നല്ല ഒരു 4 പേർക്ക് നല്ലപോലെ കഴിക്കാനുണ്ടാവും. അപ്പോൾ ഇതാ ചിക്കന് നല്ലപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലപോലെ കഴുകിയെടുക്കാം. ഞാനിതാ കുറച്ച് വെള്ളത്തിൽ നല്ലപോലെ, ഇത് ഞാൻ പറഞ്ഞല്ലോ ബോൺലെസ് ആയതുകൊണ്ട് തന്നെ വലിയ ക്ലീൻ ആക്കേണ്ട പണിയൊന്നുമില്ല. നമ്മൾ കട്ട് ചെയ്ത കട്ടിംഗ് ബോർഡ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് കഴുകി വെച്ച ചിക്കന് അതിലേക്ക് തന്നെ വെച്ച് കൊടുക്കാം. നമ്മളില്ലേ ഇതിൽ മസാല ഒന്നും ഇങ്ങനെ പെരക്കി എടുക്കുകയല്ല ചെയ്യുന്നത്, അതിലേക്കൊന്ന് ഇങ്ങനെ റെഡിയാക്കി കൊടുക്കുക ചെയ്യുന്നത്, സെറ്റാക്കി കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ 3 എണ്ണം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ചിക്കനിലേക്ക് പാകത്തിന് ഉപ്പ്, അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ പെരക്കുന്നില്ല, വലിയ പാത്രത്തിലിട്ട് പെരക്കുന്നില്ല, ജസ്റ്റ് അതിൽ തന്നെ സെറ്റാക്കി എടുക്കുക ചെയ്യുന്നത്. അപ്പോൾ 2 ഭാഗത്തും ഉപ്പ് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ആവശ്യമുണ്ട്. ആദ്യം തന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇടുമ്പോൾ കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കുക. നമ്മൾ ഫസ്റ്റ് ഒരു ഭാഗത്ത് തന്നെ ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മുളക് പൊടി, കാശ്മീരിയോ അല്ലാത്ത മുളക് പൊടിയോ എരിവുള്ളതൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതും കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കോൺഫ്ലവറാണ്, അതും ഇതുപോലെ തന്നെ മേലയിൽ ഇങ്ങനെ മിക്സ് ചെയ്യുന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പെരക്കി ഇങ്ങനെ വിതറി കൊടുക്കുക. ഇനി നമുക്ക് അപ്പുറത്തെ ഭാഗവും മറിച്ചിട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്തല്ലോ, അതുകൊണ്ട് തന്നെ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് കോൺഫ്ലവറിൻ്റെ പൗഡർ, ഇത്രയും നമ്മൾ ഇങ്ങനെ വിതറി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുരുമുളക് പൊടിയൊക്കെ നല്ലോണം ചേർത്തോണ്ടിട്ട് അപ്പോൾ നല്ല സ്പൈസി ആവും. ലാസ്റ്റായിട്ട് നമ്മൾ കോൺഫ്ലവറും കൂടി വിതറി കൊടുത്തിട്ട് പിന്നെ കുറച്ച് ഒറിഗാനോയും കൂടി മേലെ സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതൊരു സൈഡിൽ മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. ഇനി നമുക്ക് നേരെ ഫ്രൈ ആക്കാൻ വെക്കാം. ഞാനിതാ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട്. ഒരു പീസ് ബട്ടർ, ചെറിയൊരു പീസ് ബട്ടർ മതി, അതും കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 3 ടീസ്പൂണൊക്കെ ഓയിലുണ്ടാവും കേട്ടോ. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ആ ഒരു ബട്ടർ ഒന്ന് മെൽറ്റ് ആവട്ടെ. മെൽറ്റ് ആയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുക. ഈ ഒരു ചിക്കനെ ഞാൻ സെറ്റാക്കിയപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് ഫുള്ള് സെറ്റായി കഴിഞ്ഞാൽ തന്നെ കാണാൻ തന്നെ നല്ല ഭംഗിയാട്ടോ നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കന്. അപ്പോൾ ആ ചിക്കൻ നമ്മൾ നേരെ ആ ഒരു ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ സമയത്തൊക്കെ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് തീ ഉള്ളത്. ഇനി നമുക്ക് ചിക്കനൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കുക. എന്നിട്ട് ഒരു ഭാഗം മറിച്ചിട്ട് കൊടുക്കുക. നമ്മളെ ചിക്കനൊക്കെ ഏകദേശം നമ്മൾ ഹൈ ഫ്ലെയിമിലാണല്ലോ ഇട്ടെ, അതുകൊണ്ട് തന്നെ ഏകദേശം കളറൊക്കെ മാറി വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അടുത്ത ഭാഗം മറിച്ചിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇത് ചെറിയ തീയിൽ വേണം കുക്ക് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്തെടുക്കാൻ. അതടാകുമ്പോഴേക്കും നമുക്ക് നമ്മളെ പാസ്ത ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിതാ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്, അതിലേക്ക് വെള്ളം വെച്ചിട്ടുണ്ട്, എന്നിട്ട് കുറച്ച് ഉപ്പും ഓയിലും ഒഴിച്ചെടുത്തിട്ട് നല്ലപോലെ തിളക്കാൻ വെക്കാം. ആ സമയം കൊണ്ട് തന്നെ നമ്മൾ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മൾ തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് നല്ലപോലെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ നല്ല കരിയാൻ നിൽക്കണ്ട. ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്, 2 ഭാഗവും നല്ലപോലെ സെറ്റായിട്ടുണ്ട്. അപ്പം നമുക്കിത് കോരിയെടുക്കാം. നമ്മൾ വെള്ളം അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് തന്നെ ഇതും റെഡി ആയിട്ടുണ്ട് കേട്ടോ. വെള്ളം തിളക്കട്ടെ, അപ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ നോക്കാം. ഈ ഓയിലിൽ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നത്. നമ്മൾ ഫ്ലെയിം ഓഫാക്കിയില്ല, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് വെളുത്തുള്ളി, ഒരു 3 അല്ലി വെളുത്തുള്ളി നല്ലപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മൈദയും കൂടി ചേർത്ത് കൊടുക്കാം.
നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു എണ്ണയിൽ ഒരു 2-3 മിനിറ്റ് ഇട്ടിട്ട് ഇങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാ പച്ചവെള്ളമാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ 1 കപ്പ് പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഗ്ലാസ്സിലാണെങ്കിൽ 1 ഗ്ലാസ് പാല്, കുറച്ച് ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയം കൊണ്ട് തന്നെ നമ്മളെ വെള്ളം നല്ലപോലെ തിളച്ച് വന്നുകൊണ്ട് നമ്മളെ പാസ്ത അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക, മൂടി വെക്കുക, വേവിച്ചെടുക്കുക. നമ്മളെ ഈ ഒരു പാലിൻ്റെ മിക്സ് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ ചിക്കനില്ലേ റെഡിയാക്കി വെച്ച ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുക. നമുക്ക് വേവാനൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് ബാക്കി വന്നോളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ തിള വന്നാൽ നമുക്കിതിലേക്ക് മെയിനായിട്ടുള്ള സംഭവം ഇട്ട് കൊടുക്കുക. നമ്മളെ മൊസറല്ല ചീസ്. ഇത് മെയിനായിട്ട് വേണമുണ്ടോ, നിർബന്ധമായിട്ടും വേണം. ഇതുണ്ടെങ്കിലാണ് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു ലോഡ് ചേർത്താൽ അത്രയും നല്ലത്. ഞാനിത് അവിടെ ഒരു 3 അളവ് പറയുകയാണെങ്കിൽ ഇങ്ങനെ കുറച്ച് 3 പിടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മസാല ചീസ്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്യുക. എന്നിതിലേക്ക് ഒരു തക്കാളീൻ്റെ പകുതി, ഒരു പുളി ടേസ്റ്റ് കിട്ടാനാണ് കേട്ടോ, ഒരു തക്കാളീൻ്റെ പകുതിയും കൂടി ഇങ്ങനെ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. ആ സമയം കൊണ്ട് തന്നെ നമ്മൾ പാസ്ത ഇടയ്ക്ക് ഇങ്ങനെ പൊടി നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ കട്ട പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാ ഇതും ഏകദേശം സെറ്റായിട്ടുണ്ട്, ഇങ്ങനെ കുറുകി വരുന്നുണ്ട് കേട്ടോ. ഇനി ഈ സമയം നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് കുറച്ച് ഈ കുറുകി വരുന്ന സമയം നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. മല്ലിച്ചപ്പൊക്കെ ആഡ് ചെയ്യുമ്പം നല്ലൊരു സ്മെല്ലാട്ടോ. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെക്കണം. ഈ സമയം കൊണ്ട് തന്നെ നമ്മൾ പാസ്തയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം കേട്ടോ. ഊറ്റിയെടുത്തതിന് ശേഷം പച്ചവെള്ളത്തിലൊന്ന് കഴുകിയും കൂടി എടുക്കണേ. ഇതാ നമ്മളെ ഈ ഒരു ചിക്കൻ്റെ മിക്സിൽ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. അടി കൂട്ടി ഇളക്കി കൊടുക്കണം കേട്ടോ. നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. നമ്മൾ പാസ്ത നമ്മൾ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുക. അങ്ങനെ തന്നെ സെർവ് ചെയ്യണം. നല്ല ആ ഒരു മിക്സ് അതിലേക്ക് പിടിക്കുള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് ആദ്യം തന്നെ ആ ഒരു പാസ്തയിലുള്ള ഒരു ഗ്രേവി അതിൻ്റെ മേലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ചിക്കൻ വെച്ച് കൊടുക്കുക. ഇത് നല്ല ടേസ്റ്റ് ആട്ടോ. എനിക്ക് തോന്നുന്നൊരു നമ്മൾ റെസ്റ്റോറൻറ്റുകളിലൊക്കെ പോയിട്ട് കഴിക്കില്ല, അതേ ടേസ്റ്റ് ഉണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഈ ഒരു നല്ല ഫോട്ടോ എടുക്കുമ്പോൾ നല്ലപോലെ കിട്ടാൻ വേണ്ടി ആ തക്കാളിയൊക്കെ മേലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ ഒരു ഗ്രേവി ഫുള്ളായിട്ട് നമുക്കതിൻ്റെ മേലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കഴിക്കുക. ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളൊന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടം കേട്ടോ. ഇത് നമ്മൾ ഉണ്ടാക്കി കഴിക്കുക, അത്രേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ കഴിക്കും വേണം കേട്ടോ. ചൂട് തണിഞ്ഞാൽ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ചൂടോടുകൂടി കഴിക്കുക, നല്ല ടേസ്റ്റാണ്. ആ ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. അപ്പം ഇന്നത്തെ വീഡിയോയും വിശേഷമൊക്കെ എത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ഫ്രം ജസ്ന വശീൽ എൻ്റർടൈൻമെൻറ്റ്.